വവ്വാലുകളിൽ നിപ്പ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ തുടർപഠനം അത്യാവശ്യമാണ്. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് നിപ്പ പടരുന്നത് എങ്ങനെയാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിന് തുടർപഠനം അത്യാവശ്യമാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പഴംതീനി വവ്വാലുകളിൽ നിപ്പ വൈറസ് സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതോടെ വിശദമായ പഠനം ആവശ്യപ്പെടുകയാണ് നിപ്പ ബാധിച്ച മേഖലയിലുള്ളവർ. വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് ഏതു വിധത്തിലാണെന്ന് വ്യക്തമാകാൻ തുടർ പഠനം വേണമെന്നാണ് ഗവേഷകരുടെ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത്. വവ്വാലുകൾ കടിക്കുന്ന പഴങ്ങളിൽ വൈറസ് സാന്നിധ്യം ഉണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈറോളജി വിദഗ്ധരുടെ പഠന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി, ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിൽ നിപ്പ ബാധിത മേഖലകളിൽ നിന്നും ശേഖരിച്ച വവ്വാൽ സ്രവങ്ങളുടെ പരിശോധനാ ഫലത്തിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. എന്നാൽ മനുഷ്യരിലേക്ക് ഇവ എങ്ങനെ പടരുന്നുവെന്ന് വ്യക്തമല്ല. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കുറ്റ്യാടി, തളീക്കര, വയനാട് ജില്ലയിലെ മാനന്തവാടി പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സ്രവങ്ങളാണ് പരിശോധിച്ചത്. 272 വവ്വാലുകളുടെ സ്രവങ്ങൾ പരിശോധിച്ചതിൽ 20.9% നിപ്പ വൈറസ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തി. 44 വവ്വാലുകളുടെ പ്ലീഹയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ 4 എണ്ണത്തിലും വൈറസ് ഉണ്ട്. ഈ മേഖലകളിൽ ഇനിയും രോഗം പടരാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ പഠനങ്ങൾ ആവശ്യപ്പെടുകയാണ് നിപ്പ ബാധിച്ച മേഖലയിലെ പ്രദേശവാസികൾ. രണ്ട് തവണ കോഴിക്കോട് ജില്ലയിൽ നിപ്പ ബാധിച്ച് മരണങ്ങൾ ഉണ്ടായതിനാൽ കൂടുതൽ പഠനങ്ങളും മുൻകരുതലുകളും എടുക്കേണ്ടിവരും. ഇക്കാര്യത്തിൽ തുടർ പഠനം നടത്താനാണ് അധികൃതർ ശ്രമിക്കേണ്ടത്.